സാറേ, അങ്ങനെ പറയരുത്. ഇതെൻ്റെ മോൻ്റെ ജോലിയുടെ കാര്യത്തിന് വേണ്ടിയാണ്. സാറ് ഞങ്ങൾ കൈവിടരുത്. എത്രയും വേഗം ഈ വാഹനം രജിസ്റ്റർ ചെയ്ത് തന്നാൽ ഞങ്ങൾക്ക് ഇവർ രണ്ടാളെയും വിദേശത്തേക്ക് അയക്കായിരുന്നു. ഓ, അത് ശരി. അങ്ങനെ വരട്ടെ. അപ്പൊ അതാണ് ഉദ്ദേശം. ഫാമിലി വിസയ്ക്ക് വേണ്ടിയുള്ള ഉടായിപ്പാണ്. ഇയാൾ എന്തായി പറയുന്നത്? എന്താ? അയ്യോ സാറേ, ഇവരുടെ വിവാഹം കഴിഞ്ഞതാ സത്യമായിട്ടും. നിങ്ങൾ വെറുതെ എന്റെ സമയം മെനക്കെടുത്താതെ ഇറങ്ങി പോകാൻ നോക്ക്. സാറേ, എനിക്ക് നിങ്ങളോട് സംസാരിച്ച് നിൽക്കാനുള്ള സമയമില്ല. പ്ലീസ്. അച്ഛാ, വാ നമുക്ക് പോവാം. അളിയാ, പോവുക അളിയ. വാ വാ മേഡം. മല പോലെ വന്നത് എലി പോലെ പോയിന്ന് പറഞ്ഞു കേട്ടിട്ടോ. ഇപ്പൊ കണ്ടു. രാജു, നിർത്തിക്കാമടുത്തേയും കുട്ടി വീട്ടിലേക്ക് പോയിക്കോ. ഞാൻ ജയനും കുട്ടി താലൂക്ക് ഓഫീസ് വരെ പോയിട്ട് വരാം. അതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ അച്ഛാ? ആവശ്യമുണ്ട്. നീ ചെല്ലടാ മോനെ. ശരി അച്ഛാ, വാ മേഡം. അച്ഛാ, ആ, എന്റെ ഒരു പരിചയക്കാരനുണ്ട്, താലൂക്ക് ഓഫീസിലെ ജോലി. ഞാൻ അവനെ ഒന്ന് വിളിച്ചാലോ? ഫോണിൽ വിളിക്കാൻ നല്ലത് നേരിട്ടൊന്നും കാണുന്നതല്ലേ ജയ. അത് ശരിയാ. നീ വാ, നമുക്ക് അങ്ങോട്ട് പോവാം. ഓ, താലൂക്ക് ഓഫീസല്ല, ഇനി ഏത് ഓഫീസിൽ പോയാലും രാജുവിന്റെ ഋതികയുടെ വിവാഹം ലീഗലായി രജിസ്റ്റർ ചെയ്യാൻ ഞാൻ സമ്മതിക്കില്ല. ആ, ഇത് കുഴപ്പമൊന്നുമില്ല. നമുക്ക് നാളെ തന്നെ ശരിയാക്കാം. വലിയ ഉപകാരം സാർ. ശരി സാറേ. ആ, എന്താണോ? അപ്പോ എങ്ങനെയാ സാറേ? നമുക്ക് വൈകിട്ടൊന്ന് കൂടണ്ടേ? എന്തിന്? അല്ല, സാർ എനിക്കൊരു ഉപകാരം ചെയ്യുമ്പോ സാറിന് ഞാൻ എന്തെങ്കിലും തിരിച്ചും ചെയ്യണ്ടേ? തൽക്കാലം അതിന്റെ ആവശ്യമൊന്നുമില്ല. താൻ പോ നോക്ക്. അതെന്താ സാറേ അങ്ങനെ പറയുന്നേ? മര്യാദയ്ക്ക് പോവാനാ തന്നോട് ഞാൻ പറഞ്ഞത്. ചേടാ, ഇയാൾക്കിതെന്ത് പറ്റി? എന്തായാലും എന്റെ കാര്യം കഴിഞ്ഞല്ലോ. ഈവൻ രാജു പറഞ്ഞതിനേക്കാളും വലിയ ഫ്രോഡാ. തനി ഉടായിപ്പ്. വർമ്മ സാറിനെ പോലെ ഒരാളുടെ കുടുംബത്തിൽ ഇവൻ എങ്ങനെ വന്ന് പിറന്നെന്നാ ഞാൻ ആലോചിക്കുന്നേ. കഷ്ടം തന്നെ. ആ, ഹലോ സാറേ. ആ, പറയൂ രാജു. ഒരു പ്രശ്നമുണ്ട്. എനിക്ക് സാറിന്റെ ഒരു സഹായം വേണം. അതിനെന്താ? കാര്യം എന്താണെന്ന് പറയേ. എന്തായാലും നിങ്ങൾ ഇങ്ങോട്ടല്ലേ വരുന്നേ. ബാക്കി ഞാൻ നോക്കിയോളാം. ഞാനും രാജും തമ്മിലുള്ള ആത്മബന്ധം എന്താണെന്ന് ആ ചെക്കൻ അറിയില്ലല്ലോ. ആ, അതെ അതെ, ശരി. അമ്മേ, യാമിനിയേച്ചി. അയ്യോ, യാമിനിയേച്ചി. എന്താ ദിവ്യ? അറിയില്ല, ഭയങ്കര വേദനയാ. എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. നടുവിനും ദേഹത്തൊക്കെ ഭയങ്കര വേദനയാ. എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. അയ്യോ, ദിവ്യ പേടിക്കണ്ട. ഭയങ്കര വേദനയാ, എനിക്ക് വയ്യ. ദിവ്യ, ഇത് പ്രസവ വേദനയാ. നല്ല വേദന ഉണ്ടാവും. നമുക്ക് എത്രയും പെട്ടെന്ന് ആശുപത്രിയിലേക്ക് പോവാം. ദിവ്യ സമാധാനപ്പെട് കേട്ടോ. ഈശ്വര. അമ്പിയ ചേച്ചി, അമ്പിയ ചേച്ചി, ദിവ്യക്ക് പ്രസവ വേദന വന്നു. അമ്പിയ ചേച്ചി, ഒന്ന് വാതിൽ തുറക്ക്. പിന്നെ ഒരു പ്രസവ വേദന. ചേച്ചി, എനിക്ക് ഡ്രൈവിംഗ് അറിയില്ല. ഒന്ന് ഇറങ്ങി വാ. ഒന്ന് പോടി. ചേച്ചി,
പോയോ? അയ്യോ, ചെറിയമ്മേ, എന്താ റിതു, എന്താ മേഡം? എന്താ ചെറിയമ്മേ? ദിവ്യക്ക് പ്രസവവേദന തുടങ്ങി. വാ, നമുക്ക് അവളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം. അയ്യോ, ദിവ്യ, പതിയെ എഴുന്നേക്ക്. ആ, ഞാൻ പിടിക്കാം. അധികം മേഡം, എനിക്ക് തീരെ വയ്യ. ശ്വാസം വിടാൻ പോലും പറ്റുന്നില്ല. പേടിക്കണ്ട, ഞങ്ങളൊക്കെ ഇല്ലേ. ആ, വാ, പതുക്കെ പതുക്കെ എനിക്ക്. അയ്യോ, സൂക്ഷിച്ച്. അമ്മേ, അവരിപ്പോ ആശുപത്രിയിൽ എത്തിക്കാണും. എനിക്കെന്റെ കാലൊന്നും നേരെ നിൽക്കുന്നില്ല അമ്മേ. എന്തെങ്കിലും ഒന്ന് ചെയ്യമ്മേ പ്ലീസ്. എടാ, നീ ഇങ്ങനെ ടെൻഷൻ അടിക്കാതെ. അമ്മേ, നിനക്ക് കുടിക്കാൻ വെള്ളം വല്ലതും വേണോ? നീ എന്താ ഇങ്ങനെ വിറയ്ക്കുന്നേ? അമ്മേ, എനിക്ക് വെള്ളമൊന്നും വേണ്ട. എങ്ങനെങ്കിലും എന്തെങ്കിലുമൊക്കെ ചെയ്ത് അവളെ. എടാ, അവളെ എന്ത് ചെയ്യാനാ? ഇതൊരു കുഞ്ഞ് ജനിക്കുന്ന കാര്യമാ. നീ വിചാരിക്കുന്നിടത്തൊന്നും നിക്കില്ല. നമ്മളിപ്പോ എടുത്തു ചാടി എന്തെങ്കിലും ചെയ്താ കാര്യങ്ങളൊക്കെ കൈവിട്ടു പോകും. പിന്നെ നീ ഞാനും ജയിലിൽ കിടക്കേണ്ടി വരും മോനെ. അങ്ങനെ പറയല്ലേ അമ്മേ. അവളുടെ വയറ്റിലുള്ള കുഞ്ഞ് എന്റെയാ. ആ കുഞ്ഞ് ജനിച്ച എന്റെ കുഞ്ഞാണെന്നെങ്ങാനും അമ്മാവൻ തിരിച്ചറിഞ്ഞ പിന്നെ അമ്മാവൻ എന്നെ കൊണ്ട് അവളെ താലി കെട്ടിപ്പിക്കും. ജീവിതകാലം മുഴുവൻ അവളും ആ കുഞ്ഞും എന്റെ തലയിലാവും. എന്റെ ജീവിതം അതോടെ തീരും അമ്മേ. എന്റെ ആഗ്രഹങ്ങളും അമ്മയുടെ സ്വപ്നങ്ങളും എല്ലാം ഇല്ലാതെയാവും. ഞാൻ അമ്മയുടെ കാല് പിടിക്കാം. ഞാൻ എടുത്തു ചാടി ഒരു തീരുമാനം എടുത്ത അതിന്റെ ബലം വിപരീതമാവുന്ന അമ്മ പറയാറ്. അമ്മ പറയുന്നത് പോലെ ഞാൻ കേൾക്കാം. പ്ലീസ് അമ്മ, എന്റെ ജീവിതത്തിൽ ഒരിക്കലും ഇനി ഒരിക്കലും എനിക്ക് ഇങ്ങനെ ഒരു തെറ്റ് പറ്റില്ല അമ്മ. പ്ലീസ് അമ്മ, പ്ലീസ് അമ്മ, എന്നെ രക്ഷിക്കമ്മ. നീ എണീക്ക്, എഴുന്നേക്ക്. ദീപക്കെ, നീ സമാധാനിക്ക്. നിന്റെ തെറ്റുകളൊക്കെ നിനക്ക് മനസ്സിലായില്ലേ? എല്ലാം നീ എന്നെ വിശ്വസിച്ച് ഏൽപ്പിച്ചില്ലേ? ബാക്കി അമ്മ നോക്കിക്കോളാം. അമ്മേ, അമ്മ എന്താ ചെയ്യാൻ പോകുന്നത്? നമുക്കിനി അധികം സമയമില്ല. ദീപക്കെ, നീ ഇങ്ങനെ ടെൻഷൻ അടിക്കല്ലേ. അമ്മയില്ലേ നിന്റെ കൂടെ? ആ കുഞ്ഞ് ജനിക്കില്ല. ദിവ്യയുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞ് ഈ ഭൂമിയിലെ വെളിച്ചം കാണില്ല. ആ കുഞ്ഞ് പ്രാണവായു ശ്വസിക്കില്ല. നിനക്കതുപോലെ. മതി അമ്മേ, എനിക്കത് മതി. രാജു, പേടിക്കാതെ മേഡം, ഒരു കുഴപ്പമുണ്ടാവില്ല. ചേച്ചി ഐശുവിനെ പ്രസവിക്കാൻ നേരവും ഇങ്ങനെയായിരുന്നു. ഞാൻ ഇങ്ങനെയൊന്നും കണ്ടിട്ടില്ല രാജു. എനിക്ക് പേടിയാവുന്നു. മാഡം ഒന്ന് സമാധാനിക്ക്. വെറുതെ എന്നെയും കൂടെ പേടിപ്പിക്കാതെ. ഡോക്ടർ. അതെ, ഒരു പ്രശ്നമുണ്ട്. എന്താ ഡോക്ടർ? ദിവ്യയുടെ ഹെൽത്ത് കണ്ടീഷൻ അത്ര ഓക്കെ അല്ല. എന്ന് പറഞ്ഞാൽ ഡോക്ടർ എന്താ പറഞ്ഞു വരുന്നേ? എന്ന് വെച്ചാൽ ഡെലിവറിക്ക് അല്പം റിസ്ക് ഉണ്ട്. നിങ്ങളോട് മറച്ചു വെച്ചിട്ട് എന്താ കാര്യം? ഉള്ളതുപോലെ ഞാൻ പറയാം. ദിവ്യയുടെ ഡെലിവറി അല്പം ക്രൂഷ്യൽ സിറ്റുവേഷനില. ഡോക്ടറെ, BP വളരെ കൂടുതലാ. HBയും ഷുഗർ ലെവലും വളരെ കൂടുതലാ.
നോർമൽ ഡെലിവറിക്ക് വേണ്ടി കാത്തിരിക്കുന്നതിലും സിസേറിയൻ നടത്തുന്നതിലും റിസ്ക് ഉണ്ട്. ഒന്നുകിൽ അമ്മ അല്ലെങ്കിൽ കുഞ്ഞ്. മോസ്റ്റ്ലി കുഞ്ഞിനെ ജീവനോടെ കിട്ടാൻ ബുദ്ധിമുട്ടാണ്. നിങ്ങൾക്ക് സമ്മതമാണെങ്കിൽ ഒരു സർജറിയിലൂടെ കുഞ്ഞിനെ പുറത്തെടുത്ത് ദിവ്യയുടെ ജീവൻ നമുക്ക് രക്ഷിക്കാനാവോ? ഡോക്ടർ രാജു, നമ്മൾ എന്ത് ചെയ്യും? ഈ കാര്യത്തിൽ നമ്മൾ എങ്ങനെ ഒരു തീരുമാനം പറയും? പ്ലീസ്, ഒരു ഡിസ്കഷനുള്ള സമയമില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും തീരുമാനം ഉണ്ടെങ്കിൽ ഇപ്പൊ പറയണം. രാജു, ഡോക്ടർ, ഞങ്ങൾക്കൊന്ന് ആലോചിക്കാൻ. നിങ്ങൾ എന്തായി പറയുന്നേ? ആലോചിച്ച് നിൽക്കാനുള്ള സമയമാണോ ഇത്? അകത്ത് കിടക്കുന്ന സ്ത്രീ ജീവന് വേണ്ടി പോരാടുകയാണ്. താങ്ക് യു ഡോക്ടർ, താങ്ക് യു വെരി മച്ച്. ഡോക്ടർ ചെയ്തു തന്ന ഉപകാരത്തിന് പകരമായി ഡോക്ടർ വിചാരിക്കുന്നതിലും വലിയൊരു തുക ഈ അംബിക തന്നിരിക്കും. ഇത് അംബിക വർമ്മയുടെ വാക്കാ. യാതൊരു കാരണവശാലും അവരാ ഹോസ്പിറ്റൽ വിട്ട് മറ്റൊരിടത്തേക്ക് പോകരുത്. ഡോക്ടർ അവരോട് പറഞ്ഞിരിക്കുന്നത് പോലെ തന്നെ അവിടെ നിന്നും മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് പോയാ പ്രസവിക്കാൻ പോകുന്ന ദിവ്യയുടെ ജീവന് അത് ആപത്താണെന്ന് തന്നെ ഡോക്ടർ ഉറപ്പിച്ച് പറയണം. ബാക്കിയൊക്കെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ. അംബിക മാഡം ധൈര്യമായിട്ടിരിക്കും. ഇല്ല, ഞാൻ ഏറ്റുന്നേ. ഓക്കെ മാഡം. ഓക്കെ ഡോക്ടർ. ദീപക്കെ, കുറച്ച് കടന്ന കയ്യാടാ. പക്ഷേ നിനക്ക് വേണ്ടി ഈ പാപം എനിക്ക് ചെയ്യാതിരിക്കാനാവില്ലടാ. ഒരുപാട് പാപങ്ങൾ ചെയ്ത ഈ അമ്മയുടെ കയ്യിൽ മറ്റൊരു പാപത്തിന്റെ കറ കൂടി. സാരയില്ല, നരകിച്ച് മരിക്കേണ്ടി വന്നാലും അതെന്റെ മകന് വേണ്ടിയിട്ടാണെന്ന് ഓർക്കുമ്പോ അതെനിക്കൊരാശ്വാസമാ. അമ്മേ, അമ്മയോട് എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്കറിയില്ല. ദേഷ്യം വന്നപ്പോ പലപ്പോഴും ഞാൻ അമ്മയോട് അതിരുവിട്ട് സംസാരിച്ചിട്ടുണ്ട്, പെരുമാറിയിട്ടുമുണ്ട്. അതൊക്കെ ഓർക്കുമ്പോ എന്താടാ ഇത്, കൊച്ചുകുട്ടികളെ പോലെ? നീയേ അംബികയുടെ മകനാ. ആകാശം ഇടിഞ്ഞു വീണാലും അത് നിന്റെ ശരീരത്തിൽ വീഴാതെ നോക്കേണ്ടത് എന്റെ കടമയാ മോനെ. നീ കൂളായിട്ട് ധൈര്യമായിട്ടിരിക്കെ. നിന്റെ കൂടെ അമ്മയുണ്ട് മോനെ. പ്രതിയ മേഡം, എന്താ നമ്മളിപ്പോ ചെയ്യാ? സർജറി നടത്തിയിട്ടും കാര്യമില്ലെന്ന് ഡോക്ടർ തീർത്ത് പറഞ്ഞ സ്ഥിതിക്ക് അവര് പറഞ്ഞ പോലെ നമുക്കൊരു ചാൻസ് എടുക്കുന്നില്ലേ നല്ലത്? അറിയില്ല രാജു, എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കൊരു പിടിയും കിട്ടുന്നില്ല. ദിവ്യയും കുഞ്ഞിനെയും രണ്ടാളെയും ആപത്തൊന്നുമില്ലാതെ കിട്ടണമെന്ന് എന്റെ പ്രാർത്ഥന. നിങ്ങൾ എങ്ങനെ ആലോചിച്ച് പരസ്പരം സംസാരിച്ച് സമയം കളയരുത്. വേഗം ഒരു തീരുമാനം പറയൂ. അല്ലെങ്കിൽ ഇത് ഞങ്ങളുടെ ഹോസ്പിറ്റലിന്റെ റെപ്യൂട്ടേഷനെ കൂടി ബാധിക്കുന്ന കാര്യമാണ്. ഡോക്ടർ പറഞ്ഞത് കേട്ടില്ലേ? നിങ്ങൾ വേഗം ഒരു തീരുമാനം പറയും. സിസ്റ്റർ, ഒരു മിനിറ്റ്. ഇതിപ്പോ ഒരു മിനിറ്റ് എന്ന് പറഞ്ഞിട്ട് സമയം കുറെ ആയി കേട്ടോ. എന്തെങ്കിലും അരുതാത്തത് സംഭവിച്ചു പോയിട്ട് പിന്നെ പറഞ്ഞിട്ട് ഒരു പ്രയോജനം ഉണ്ടാവില്ല. സിസ്റ്റർ, ഇത് രണ്ട് ജീവൻ സംബന്ധിച്ചുള്ള കാര്യ. ഞങ്ങൾക്കൊന്ന് ആലോചിക്കാനുള്ള സമയം എന്താ? അങ്ങനെ ആലോചിച്ച് സമയം കളയാനില്ലെന്നാ ഞങ്ങൾ പറഞ്ഞത്. രാജു, ഞാൻ പത്മാവതി ആന്റി ഒന്ന് വിളിച്ചു നോക്കാം. ആന്റി ഒരു ഐഡിയ പറഞ്ഞു തരാതിരിക്കില്ല.
ഹലോ ഹലോ ആന്റി, ഞാൻ അറിയിക്ക. മോളെ പറയൂ, എന്താ വിളിച്ചേ? ആന്റി, ആന്റിയുടെ ഒരു സഹായം വേണം. എന്താ മോളെ? മോൾ ഡോക്ടർ കയ്യിൽ ഫോൺ കൊടുത്തേ. ഡോക്ടർ, ആരാ? ഡോക്ടർ ഒന്ന് സംസാരിക്കേ. ഹലോ ഹലോ ഡോക്ടർ. ഹലോ ആന്റി, ആ ഡോക്ടറുടെ സംസാരം കേട്ടിട്ട് എനിക്കെന്തോ പന്തികേട് തോന്നുന്നു. പറയുന്നതൊന്നും തമ്മില് അങ്ങോട്ട് മാച്ച് ആവുന്നില്ല മോളെ. അതെ ആന്റി, എനിക്കും അങ്ങനെ തന്നെ തോന്നിയത്. മോളെ, കൂടുതലൊന്നും നീ ആലോചിക്കണ്ട. ദിവ്യ അവിടുന്ന് വേറെ ഹോസ്പിറ്റലിലേക്ക് മാറ്റിക്കോ. താമസിക്കരുത്. കഴിയുന്ന അത്രയും വേഗം അവിടുന്ന് മാറ്റിക്കോ. ശരി ആന്റി, ഞങ്ങൾ അങ്ങനെ തന്നെ ചെയ്യാം. രാജു, വേഗം നമുക്ക് ദിവ്യ അടുത്ത ഹോസ്പിറ്റലിലേക്ക് മാറ്റാം. ഇറ്റ്സ് വെരി ഡേഞ്ചറസ്. ദിവ്യയുടെ ജീവനും കുഞ്ഞിന്റെ ജീവനും ഒരുപോലെ ആപത്താണത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കൊണ്ടുപോവാ, നിങ്ങളുടെ സ്വന്തം റിസ്കിൽ. ദിവ്യയ്ക്കും കുഞ്ഞിനും എന്തെങ്കിലും സംഭവിച്ചാൽ നിങ്ങളായിരിക്കും അതിന് ഉത്തരവാദികൾ. രാജു, അടുത്തുള്ള ഹോസ്പിറ്റലിലേക്ക് ഇവിടുന്ന് എത്ര ദൂരമുണ്ട്? അത് ഇവിടുന്ന് 20 കിലോമീറ്ററിന് മേലുണ്ട് മാഡം. നിങ്ങൾ ആശുപത്രിയിൽ എത്താൻ കുറഞ്ഞത് 1.5 മണിക്കൂറെങ്കിലും എടുക്കും. ഈ സിറ്റിയിലെ ബ്ലോക്ക് നിങ്ങൾക്കറിയാവുന്നതല്ലേ? ഈ സ്റ്റേറ്റിലെ എല്ലാ റോഡുകളും ഒരൊറ്റ ഫോൺ കോളിൽ തിരക്കുകളില്ലാതാക്കാൻ കഴിവുള്ള ഒരാളെ എനിക്ക് പരിചയമുണ്ട്. ഗർഭിണിയായ ഒരു പെൺകുട്ടിയെ അടിയന്തരമായി ആശുപത്രിയിൽ എത്തിക്കാൻ വേണ്ടി അദ്ദേഹത്തിന്റെ പാർട്ടി പ്രവർത്തകരായ 1-2 യുവാക്കൾ വിചാരിച്ചാൽ പോലും മതിയാവും. മിനിസ്റ്റർ പ്രതാപ് വർമ്മയുടെ ഏക മകളാ ഋതിക മാഡം. ഹലോ, ആരാ? അച്ഛാ, ഞാൻ ഋതികയാ. ദിവ്യ എത്രയും പെട്ടെന്ന് അടുത്തുള്ള ആശുപത്രിയിൽ എത്തിക്കാനുള്ള സജ്ജീകരണം നിങ്ങൾ ഇപ്പോഴുള്ള ആശുപത്രിയിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ലഭിക്കും. ഹലോ, അമ്മേ, അവര് നമ്മൾ ചിന്തിച്ചെടുത്ത് നിന്നില്ല അമ്മേ. ദിവ്യയും കൊണ്ട് രാജു ഋതിക വേറൊരു ഹോസ്പിറ്റലിലേക്ക് പോയെന്ന്. നമ്മുടെ പ്ലാനൊക്കെ വെറുതെ ആയി. ആ കുഞ്ഞ് ജനിക്കും. എന്നെ കൊണ്ട് അമ്മ അവനവളെ കെട്ടിക്കും. നീ ഇങ്ങനെ പേടിക്കാതെടാ. പേടിയല്ല അമ്മേ, പേടിയേക്കാൾ വലിയ മൈൻഡ് ഇഷ്യൂ ഇല്ല ഞാൻ. എന്റെ തല പെരുക്കുവാ. നീ ഒന്ന് സമാധാനപ്പെടേ. നിന്റെ അമ്മ അങ്ങനെ ആ കുഞ്ഞ് ഈ ഭൂമിയിലെ വെളിച്ചം കാണില്ല എന്ന് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അതേ നടക്കൂ. അമ്മേ, അപ്പൊ അമ്മയ്ക്ക് വേറെന്തോ പ്ലാൻ കൂടി ഉണ്ടായിരുന്നല്ലേ? പറ അമ്മേ, അമ്മയ്ക്ക് വേറെ പ്ലാൻ ഇല്ലേ? ഉണ്ട് മോനെ. ആ കുഞ്ഞിനെ പരുന്തിനെ പോലെ റാഞ്ചിയെടുക്കാൻ കഴുകൻ കണ്ണുകൾ വട്ടമിട്ട് പറക്കുന്നുണ്ടെന്ന് അവർക്കറിയില്ലല്ലോ. ഹലോ അമ്പിക മാഡം. ഹലോ ജയ്സ. എല്ലാം ഞാൻ ഒന്നുകൂടി ആവർത്തിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ. വേണ്ട മാഡം, എല്ലാം ഈ ജെയ്സൺ ഏറ്റു.
അയ്യോ ദിവ്യ പേടിക്കണ്ട മേഡം ഹോസ്പിറ്റലല്ലേ പേടിക്കാനൊന്നുമില്ല ധൈര്യമായിട്ടിരിക്കും മേഡം എനിക്ക് എന്തെങ്കിലും സംഭവിച്ച എന്റെ കുഞ്ഞിന് ദിവ്യക്ക് ഒന്നും സംഭവിക്കില്ല ധൈര്യമായിട്ടിരിക്കും പേടിക്കണ്ട ഒന്നുമില്ല ഒന്നുമില്ല ഡോക്ടർ എങ്ങനെയെങ്കിലും അമ്മയും കുഞ്ഞിനെ രക്ഷിക്കണം. നിങ്ങൾ ഇങ്ങനെ പേടിച്ചാലോ? ധൈര്യമായിട്ടിരിക്കുക. ദൈവമേ, ദിവ്യക്കും കുഞ്ഞിനും ഒരു കുഴപ്പം ഉണ്ടാവരുതേ. ഋതിക മേഡം ധൈര്യമായിട്ടിരിക്കേ. ദിവ്യ പ്രസവിച്ചു. ആൺകുട്ടിയാ. അമ്മയും കുഞ്ഞും ഹെൽത്തിയാണ്. നിങ്ങൾ പേടിച്ചതുപോലെ ഒന്നുമില്ല. ദൈവമേ. ഋതിക മേഡം, നമ്മുടെ പ്രാർത്ഥന ദൈവം കേട്ടു. കുഞ്ഞിനെ ഞങ്ങൾക്കൊന്ന് കാണാൻ പറ്റുമോ? ഒന്ന് വെയിറ്റ് ചെയ്യണേ.